ഹായ് ഹലോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ കുഞ്ഞു സന്തോഷം നിങ്ങളെയും കൂടി അറിയിക്കാനാണ്. നമ്മുടെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. മോണിറ്റൈസേഷൻ ആയിട്ട് 1 മാസമായി. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പണിയൊക്കെ ആയിരുന്നു. പിന്നെ വീടിൻ്റെ തറപ്പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. അതാണ് ഞങ്ങൾക്ക് നിങ്ങളത് അറിയിക്കാൻ കഴിയാഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ ഫുൾ മോണിറ്റൈസേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് യൂട്യൂബിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടും കൂടിയും പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് പലരും വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഞങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഉമ്മച്ചിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഈ ചാനൽ ആദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്, ഫുഡ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയാതെയായിരുന്നു ഞങ്ങൾ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടായിരുന്നു ഞങ്ങൾക്ക് സബ്സ്ക്രൈബും വ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ എല്ലാവരും നല്ല ബുദ്ധിമുട്ടിയിട്ടായിരിക്കും 100 സബ്സ്ക്രൈബ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഞങ്ങളും അതുപോലെയായിരുന്നു. വീടിനടുത്തുള്ളവരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടാണ് ഞങ്ങൾ 100 സബ്സ്ക്രൈബ് ഉണ്ടാക്കിയത്. ഉമ്മച്ചിയുടെ വീഡിയോക്ക് ഇടയ്ക്ക് ഞാനും എൻ്റെ അനിയനും പാടെ ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ല വ്യൂസ് കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ യൂട്യൂബിലേക്ക് വരുന്നത്. അപ്പോഴും ഞങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഷോർട്സ് ഇട്ടിരുന്നത്. പിന്നീട് ഞങ്ങൾ യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സൊക്കെ കാണാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഷോർട്സ് മോണിറ്റൈസേഷൻ ആവാൻ മില്യൺ കണക്കിന് വ്യൂസ് വേണമെന്ന്. പക്ഷേ ഷോർട്സ് ഇട്ടുകൊണ്ടായിരുന്നു ഞങ്ങൾക്ക് സബ്സ്ക്രൈബൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നത്. ഇനി യൂട്യൂബിലേക്ക് വരുന്നവരൊക്കെ യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം വരിക. യൂട്യൂബിൻ്റെ ക്ലാസ് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ ലോങ് വീഡിയോസ് ഇടൽ തുടങ്ങിയത്. മൊത്തത്തിൽ ഞങ്ങൾ വീഡിയോസ് ഇടൽ തുടങ്ങിയിട്ട് 2 വർഷമായിരുന്നു. 1 വർഷം ഫുൾ ഞങ്ങൾ ഷോർട്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി 1 വർഷം ഞങ്ങൾ ലോങ് വീഡിയോസ് ഇടൽ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആയത്. പുതിയതായിട്ട് വീഡിയോസ് ഇടുന്നവരൊക്കെ മാക്സിമം ലോങ് വീഡിയോസ് ഇടുക. ഷോർട്സ് ഇടണം, സബ്സ്ക്രൈബിനായിട്ട് ഷോർട്സ് ഇടണം. പിന്നെ അത് പരിചയമുള്ളവരോടല്ല കേട്ടോ പറയണത്, പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്നവരോടാണ് പറയുന്നത്. മാക്സിമം ക്ലിയർ ഉള്ള വീഡിയോസ് ഇടാൻ ശ്രദ്ധിക്കുക. ഞങ്ങൾ തന്നെ ക്ലിയർ ഇല്ലാത്ത ഫോണിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയാം. പിന്നെ ദിവസം ഓരോ വീഡിയോസെങ്കിലും ഇടാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും മാക്സിമം നല്ല കണ്ടൻറ് ഇടാൻ ശ്രദ്ധിക്കുക. ഞങ്ങൾ കോമഡി വീഡിയോസാണ് ഞങ്ങളിപ്പോൾ ഇടുന്നത്. പിന്നെ ഞങ്ങൾ ഫിലിമിൻ്റെ റീൽസുകളും ചെയ്യലുണ്ട്. എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ 16,000 സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. പിന്നെയൊക്കെ നിങ്ങളോട് പറയാനുള്ളത്, പെട്ടെന്ന് പൈസ കിട്ടും വിചാരിച്ചിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ പഠിപ്പ് മുടക്കിയിട്ടൊന്നും വരരുത്. ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി കളഞ്ഞിട്ടും മുടക്കിയിട്ടൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് പാർട്ട് ടൈം ആയിട്ട് മാത്രമാണ് ഇതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് പരിശ്രമിച്ചാലേ നമുക്ക് മോണിറ്റൈസേഷൻ ആവാൻ പറ്റുള്ളൂ. ചിലവർക്ക് കുറേ ദിവസം എടുക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ 2 വർഷം എടുത്തു. ചിലവർക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവും, അത് അവരുടെ ഭാഗ്യമാവും. ഞങ്ങൾക്ക് പിന്നെ ഹാഫ് മോണിറ്റൈസേഷൻ ആയപ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ വീഡിയോയിൽ വല്ല പ്രശ്നം ഉണ്ടോയെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ കൊടുത്ത വല്ലതും തെറ്റ് വിചാരിച്ച് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കൊടുത്തതും ഇതാക്കിയൊക്കെ തെറ്റായിട്ട് കുറേ ആൾക്കാരുടെ ചാനൽ പോയിട്ടുണ്ട്. ഭാഗ്യത്തിന് ഞങ്ങളുടെ എല്ലാതും ഒരു കുഴപ്പമില്ലാതെ ശരിയായിട്ടുണ്ടായിരുന്നു. പിന്നെയൊക്കെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കണ്ടൻറ് തന്നെ എടുത്തിടുക. വേറെ ആൾക്കാരുടെ കണ്ടൻറ് എടുത്തിട്ടാൽ ചാനൽ ഡിലീറ്റ് ആവാനും കോപ്പിറൈറ്റൊക്കെ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അതെന്തായാലും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ചാനലിലേക്ക് വരുന്നവരോടൊക്കെ പറയാനുള്ളത്, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറക്കിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ചെയ്യുക. പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് പിന്നെ മോണിറ്റൈസേഷനൊക്കെ ആയിട്ട് പൈസ കിട്ടാൻ തുടങ്ങി നമുക്ക് ചെയ്യാമല്ലോ. ക്വാളിറ്റി ഉള്ള ഫോണും മൈക്കൊക്കെ വാങ്ങാമല്ലോ. പിന്നെ ഇപ്പോൾ ഷോർട്സ് 3 മിനിറ്റ് ആയത് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ മാക്സിമം 5 മിനിറ്റ് ഒക്കെ ഉള്ള വലിയ വീഡിയോസ് നമ്മൾ ഇടണം. കുറേ പേരുടെ വാച്ച് ടൈം പിന്നിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. 3 മിനിറ്റിന് താഴെയുള്ള വലിയ വീഡിയോസൊക്കെ ഇട്ടിട്ട് അതൊക്കെ പിന്നിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാഫ് മോണിറ്റൈസേഷനൊക്കെ കഴിഞ്ഞ ചാനലൊക്കെ വാച്ച് ടൈം പിന്നിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മൊബൈൽ വഴി കണ്ടു. ഒരുപാട് വിഷമം തോന്നി. പുതിയ യൂട്യൂബേഴ്സൊക്കെ വരുമ്പോൾ അവർക്കൊന്നും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. ഞങ്ങളൊക്കെ 5 മിനിറ്റിൻ്റെ വീഡിയോസാണ് ഞങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ആരും പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങൾക്കും ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ തന്നെ പിന്നിലോട്ട് പോകുന്നു. പക്ഷെ ഞങ്ങളുടെ പിന്നിലോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, 5 മിനിറ്റിൻ്റെ വീഡിയോസ് ആയതുകൊണ്ട്. ഇത് 4,000 വാച്ച് ടൈം ആവാൻ കുറച്ചും കൂടിയും വാച്ച് ടൈം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇനിയും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഫുൾ വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കമൻസൊക്കെ ഞങ്ങൾ കാണലുണ്ട്.
നിങ്ങളുടെ കമൻറ്റും സപ്പോർട്ടൊക്കെയാണ് ഞങ്ങൾ ഇതുവരെ എത്തിച്ചത്. ഞങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് വരലുണ്ട്. ഞങ്ങൾ തിരിച്ചും റിപ്ലൈ കൊടുക്കാൻ ശ്രദ്ധിക്കലുണ്ട്. ഇനിയും അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയൊക്കെ ഉൾപ്പെടുത്തുക. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.